എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗി അപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനിയിപ്പോൾ ഡിന്നറിനായാലും ഏതൊരു കറികളുടെ ഒപ്പം സെർവ് ചെയ്യാനും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഡയബറ്റിക് പേഷ്യൻസിന് ഒരു പേടിയും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണ്. റാഗി എന്നും കൂവരകെന്നൊക്കെ പേരുള്ള ഈ ഒരു കുഞ്ഞൻ ധാന്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും തരുന്നു എന്നുള്ള അറിവ് എല്ലാ ജനങ്ങളിലേക്കും ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റാഗി വെച്ചിട്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ നല്ലൊരു വെള്ളപ്പം വീഡിയോ ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് റാഗി അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അളവിലാണ് റാഗിപ്പൊടി എടുക്കുന്നത്. റാഗിപ്പൊടി 3 കപ്പ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്തിട്ട് വേണം ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മുടെ അപ്പത്തിന്റെ മാവ് വളരെ എളുപ്പത്തിൽ പൊങ്ങി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ സാധാരണ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 കപ്പ് അളവിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ എങ്കിൽ കട്ടകളൊക്കെ അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ പോകുന്നത്. വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷവും നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോ അല്പം ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത റാഗി പുട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. അങ്ങനെ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു പൊടിയുടെ അളവ് വെച്ചിട്ട് 2 തവണ കൊണ്ടാണ് നമുക്ക് അരച്ചെടുക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു റാഗി കൂട്ടിലേക്ക് 2 കൈപ്പിടി നാളികേരം ചേർക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ചോറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു നാളികേരം മാത്രമാണ് അപ്പം ഉണ്ടാക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യ റാഗി കൂട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതേ ബൗളിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. രണ്ടാമത് അരച്ചെടുത്തിട്ടുള്ള റാഗി കൂട്ടും നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാത്രം നന്നായിട്ട് തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്നും പകർത്താം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാവ് പൊങ്ങി കിട്ടും. മാക്സിമം ഒരു 2 മണിക്കൂറാണ് നമുക്കിത് പൊങ്ങിക്കിട്ടാൻ ആവശ്യമായിട്ട് വരുന്നത്. കൈ കൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഞാനിപ്പോ ചോറൊന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു റാഗിപ്പൊടി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മധുരമൊക്കെ കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോ കൂടുതൽ മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാനാണെങ്കിൽ ഒരു തരി പോലും മധുരം ചേർക്കാതെ വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിന്റെ പാകം ഒന്ന് നോക്കാവുന്നതാണ്. ഞാൻ ഈ നമ്മുടെ മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് 2.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓവറായിട്ട് വെള്ളമൊന്നും കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെയാണ് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് മാവിന് ഉപ്പ് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. നമ്മുടെ റാഗി അപ്പത്തിന്റെ മാവൊന്ന് പൊങ്ങി വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് കലക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഷേപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നിറയെ തന്നെ ഹോൾ വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉൾഭാഗം വരെ നല്ലതുപോലെ ഹോൾസ് വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടിയുടെ അരിക്ക് ഭാഗത്ത് നിന്നല്ല നല്ല പോലെ വിട്ടു നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ അപ്പം ഒന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ റാഗി അപ്പം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി
മാറ്റിയിട്ടുണ്ട്. അരികു ഭാഗമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇവിടെ വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള പൊടി വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു പൊടിയില് ധാരാളം ഉമ്മിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഉൾഭാഗം പൊട്ടി വന്നിട്ടുള്ളത്. ആദ്യം റാഗിയപ്പം പ്ലേറ്റിലേക്ക് മാറ്റിയാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പത്തില് ധാരാളം ഹോൾസ് വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നിറയെ തന്നെ ഹോൾസ് വരുമ്പോഴായിരിക്കണം മൂടി വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടുന്നതാണ്. നമ്മൾ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് റാഗിപ്പൊടിയും നാളികേരവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചോറോ അവിലോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർത്തിട്ടുമില്ല. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത് തയ്യാറാക്കിയ റാഗിയപ്പവും ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ അപ്പവും വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മുടെ വീടുകളിലുള്ള ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അവരുടെ ശരീരാരോഗ്യം വളരെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നതുമാണ്. ഇനിയിപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.